ഇന്ന് മോക്ക് സ്കൂളിൽ പോണ്ട ദിവസമാണ്. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റു കേട്ടോ. ഇപ്പോ ഏതാണ്ട് സമയം 5:30 ആയിട്ടുണ്ട്. പക്ഷെ പുറത്ത് അത്യാവശ്യം വെളിച്ചമുണ്ടേ. പതിവ് പോലെ എന്റെ ഈ ദിവസവും തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയും ഇല്ലാതെ ദൈവത്തോട് ശാന്തമായൊരു നന്ദിയോടെയാണ്. ഒരു പുതിയ ദിവസത്തെ ശാന്തമായ തുടക്കം, ആരെയും ഉണർത്താതെ. ഇനി എനിക്ക് വേണ്ടിയുള്ള കുറച്ച് ടൈമാണ്. മോളും ശ്രീയും എല്ലാം ഉറക്കമാണ്. എനിക്ക് വേണ്ടി ഒരു ടീ ഉണ്ടാക്കി അത് കുടിക്കുന്ന ടൈമാണ് എനിക്ക് ഏറെ സ്പെഷ്യലായുള്ള എൻ്റെ മോർണിംഗ് ടൈം. ചായയും പുസ്തകവും ചേർന്നാൽ അത് വേറൊരു ലെവലാണ്, അല്ലേ? തോന്നിയിട്ടുണ്ടോ? വീട്ടിലെ ജോലികൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ നൽകുന്ന ചെറിയൊരു ബ്രേക്കാണിത്. തിരക്കുകളെല്ലാം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാം. വായന എപ്പോഴും എനിക്ക് വിശ്രമമല്ല. ഓരോ പേജിലൂടെയും കണ്ണോടിക്കുമ്പോൾ അതിലെ ഓരോ കഥാപാത്രത്തിനൊപ്പവും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഒരു പേജ്, ഒരു ചായ, വീട്ടുകാരെക്കുറിച്ചോ അന്ന് ചെയ്യാനുള്ള ജോലികളെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ ഇവിടെ ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രം. മുമ്പ് ഞാനിങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എല്ലാ ജോലികളും കഴിഞ്ഞ് പിന്നെ നോക്കാം, ടൈം കിട്ടുമ്പോൾ വായിക്കാം, ആ ടൈം പലപ്പോഴും കിട്ടാറില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എനിക്ക് ഞാൻ പ്രയോറിറ്റി നൽകി തുടങ്ങി. അത് സെൽഫിഷ്നെസ് അല്ലേന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, അത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഒരു 30 വയസ്സിന് മുകളിലായപ്പോൾ ജീവിതത്തിൽ പുതിയ അർത്ഥം കിട്ടിയതുപോലെ ഒക്കെ നമുക്ക് തോന്നാറില്ലേ? ഇപ്പോ മനസ്സിന്റെ ശാന്തതയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പലരും പറയും. പക്ഷേ മനസ്സിന്റെ സമാധാനത്തിനായി ഞാൻ കൈവിട്ടതൊന്നും നഷ്ടങ്ങളല്ല. പഴയ എന്നെ ഓർത്താൽ എല്ലാം ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നു. ഇന്നത്തെ ഞാൻ ഒരു തീരുമാനത്തിന്റെ മുന്നിലും ഒരു പ്രതികരണത്തിന്റെ മുൻപും ഞാൻ നോക്കുന്നത് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഓക്കെ ആണോ, എനിക്ക് സമാധാനം കിട്ടുമോ എന്നാണ്. എനിക്കിഷ്ടമുള്ള ഒരു പാട്ടും എൻ്റെ ചിന്തകളുമാണ് എനിക്ക് കൂട്ട്. മറ്റൊന്നിനെയും ആരെയും ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല. അങ്ങനെ ദാ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ കിച്ചണിലെ ജോലികളിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ചട്നിയും ഒക്കെയാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദോശമാവൊക്കെ ഞാൻ നേരത്തെ അരച്ചു വെക്കാറാണുള്ളത്. അപ്പോൾ ദോശമാവ് അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ഇഡലി ഉണ്ടാക്കും. പിന്നെ സെക്കൻഡ് ഡേ തൊട്ട് ഒരു 2-3 ദിവസം ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറ്. അതാകുമ്പോൾ രാവിലെ എളുപ്പമാണല്ലോ ദോശ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഞാൻ ടൈം കിട്ടുന്നതനുസരിച്ച് ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കും. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചിരണ്ടുക എന്നുള്ളത്. അപ്പം അത് ഡെയിലി രാവിലെ എഴുന്നേറ്റ് ചെയ്യുക എന്നുള്ളത് അല്പം മടിയുള്ള കാര്യം തന്നെ. അതുകൊണ്ട് അതങ്ങനെ ഒന്നിച്ച് ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാണ് പതിവ്. ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. നമുക്കാണെങ്കിൽ ഇവിടെ മിക്ക കറികൾക്കും തേങ്ങ വേണം. പക്ഷേ ഇവിടെ ചെന്നൈയിലൊക്കെ ചട്നിക്ക് പോലും തേങ്ങ അങ്ങനെ ഉപയോഗിക്കുന്നത് അപൂർവമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കുറേ ടൈപ്പ് ചട്നിയൊക്കെ ഉണ്ട്. ഇവരാണെങ്കിൽ ഇവിടെ കറികളിലെല്ലാം തന്നെ തേങ്ങ ഉപയോഗിക്കുന്നത് കുറവാ. നമുക്ക് കേരളത്തിൽ മിക്ക കറികൾക്കും തേങ്ങ വേണമല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. ഞാൻ ആലപ്പുഴയാണ്. ഞങ്ങൾക്ക് അവിടെ മിക്ക കറികളും ഞങ്ങൾ തേങ്ങ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്കാണെങ്കിൽ നമ്മുടെ മറ്റേ പച്ചമുളകൊക്കെ ഇട്ടുള്ള വൈറ്റ് കളറിലെ ചട്നി ഇല്ലേ? അതാണിഷ്ടം. പക്ഷേങ്കിൽ ഇന്ന് അതല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ മുളക് പൊടി ഇട്ടുള്ള ചട്നി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അത് മോൾക്ക് അതാണിഷ്ടം. അവൾക്ക് ഓറഞ്ച് ചട്നി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ സ്കൂളിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനുള്ളതായിക്കോട്ടെ എന്നങ്ങ് കരുതി. പക്ഷെ വെറുതെയാണ് ഇതൊക്കെ. ഇഷ്ടം പറയുമെങ്കിലും കഴിച്ചാൽ കഴിച്ചു, അത്ര തന്നെയുള്ളൂ. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച്. ഇന്നെന്നല്ല, സ്കൂൾ ഡേയ്സിലെല്ലാം അങ്ങനെ തന്നെ. ഇവർക്കാണെങ്കിൽ 8:30ക്ക് ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് 8:15 ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം. ഇത്രയും നേരത്തെ എഴുന്നേറ്റ് റെഡി ആവുന്നതുകൊണ്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ തന്നെയും പാടാണ്. അപ്പോൾ പിന്നെ ഇത്രയും നേരത്തെ ആയാൽ പിന്നെ അത് പറയേണ്ട കാര്യമേ ഇല്ല. കഴിച്ചാൽ കഴിച്ചു, അങ്ങനെയാണ്. ഇന്ന് ആൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് നല്ല മടിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ പനിയായിട്ടും പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഒരു 2-3 ദിവസം അടുപ്പിച്ച് ലീവായിരുന്നു. അതുകൊണ്ട് ആൾക്കിന്ന് പോകാനായിട്ട് നല്ല മടിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മോളെ റെഡിയാക്കണം. റെഡിയാക്കാനായിട്ടൊന്നുമില്ല. അവൾ തനിയെ റെഡിയായിക്കോളും. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്കൂളിൽ പോകാനായിട്ട് മക്കളെ റെഡിയാക്കുക എന്നുള്ളത് എല്ലാ അമ്മമാർക്കും ഒരു ചെറിയൊരു വികാരം തന്നെയാണല്ലേ? നമ്മുടെ കുഞ്ഞ് വളരുകയാണെന്നത് ചിലപ്പോഴൊക്കെ ഇത്ര വേഗം വളരേണ്ടിയിരുന്നില്ല എന്നൊരു വിഷമം തോന്നും. എനിക്കങ്ങനെയാണ്. ഇവൾക്ക് എന്ത് പെട്ടെന്നാണ് വളർന്നത്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമായിരുന്നു. ഇപ്പൊ അത്യാവശ്യം എല്ലാം തനിയെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുമ്പോഴത്തേക്കും അത് നല്ലതായിട്ടും തോന്നാറുണ്ട്. അവര് പഠിക്കുന്നു, വളരുന്നു, സ്വപ്നം കാണുന്നു. നമ്മുടെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് ഒരു നിമിഷം മാത്രമാകാം അല്ലേ? പക്ഷേ അത് അമ്മയുടെ ഹൃദയത്തിൽ എന്നും ഓർമ്മയായി നിലനിൽക്കും. ആദ്യ സ്കൂൾ ഡേയില് അവരും നമ്മളും ഒക്കെ കരഞ്ഞത് മുതല്.
അപ്പൊ ഇന്ന് മോക്ക് ലഞ്ച് ബാഗിൽ റെഡിയാക്കിയത് കേർഡ് റൈസ് ആണ്. പെർഫെക്റ്റ് കേർഡ് റൈസ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് റൈസ് ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് തൈരും ജസ്റ്റ് കുറച്ചൊരു സോൾട്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അവൾക്കത് ഇഷ്ടമാണ്. പിന്നെ മറ്റേ ഫ്രൈസും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് ഗ്രീൻ ആപ്പിൾ ആണ്. ഗ്രീൻ ആപ്പിൾ പുള്ളിയുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ അത് കൊടുത്താൽ കഴിച്ചോളും. അങ്ങനെ അതുമാണ് വെച്ചത്. ദാ ഞാൻ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ ബാക്കിൽ ആള് കഴിക്കാനിരിക്കുക കേട്ടോ. ദോശ കഴിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുകയാണ്, കഴിക്കുന്നൊന്നും ഇല്ല. അപ്പോൾ സ്കൂളിൽ പോകുന്നത് ശ്രീ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നാ. അപ്പോൾ ഇവർക്ക് 2:30 വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ 2:30 ആകുമ്പോൾ ഞാൻ പോയി പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് രണ്ടാളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീ സ്കൂളിലേക്ക് കയറി പോണ ഒരു ഷോട്ട് എടുത്തോണ്ട് വന്നായിരുന്നു. ഞാൻ അത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീക്ക് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അതുകൊണ്ട് മോളെ സ്കൂളിലേക്ക് ആക്കിയിട്ട് തിരിച്ച് വന്നിട്ട് റെഡി ആയിട്ട് പോകേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് അങ്ങ് ഇറങ്ങുക. അപ്പോൾ ഇന്ന് ദാ അവര് സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ പതിവ് പോലെ മിലോയുമായിട്ടൊന്ന് വാക്കിങ്ങിന് പോവാണ്. വാക്കിങ്ങിന് പോയിട്ട് വരും. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഇന്നത്തെ ജസ്റ്റ് ഒരു മോർണിംഗ് റൂട്ടീൻ ആയിരുന്നു. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.